ഇനി ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. അംഗനവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. അംഗനവാടി വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരെന്ന് മന്ത്രി പി രാജീവ്. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി. അനിശ്ചിതകാല നിരാഹാര സമരവുമായി ആശാ വർക്കർമാർ. ആദ്യഘട്ടത്തിൽ നിരാഹാരമിരിക്കുന്നത് 3 ആശാപ്രവർത്തകർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണും. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ റോഡ് ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം. 5 തെങ്ങ് മുതൽ പെരുമാതുര വരെയുള്ള തീരദേശ റോഡ് ഉപരോധത്തിൽ കുടുങ്ങി യാത്രക്കാർ. കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്ന ആവശ്യം. കോഴിക്കോട് ഈങ്ങാപ്പുഴ ഷിബില കൊലക്കേസിൽ യാസിറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. കസ്റ്റഡി അപേക്ഷ താമരശ്ശേരി കോടതിയിൽ സമർപ്പിക്കും. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസ്. ഷാബാസ് ഷെരീഫ് കൊലപാതക കേസിൽ വിധി ഇന്ന്. കേസ് പരിഗണിക്കുന്നത് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി. വിചാരണ 1 വർഷത്തോളം നീണ്ടു. കേസിൽ മുഖ്യപ്രതി ഷെബിൻ അഷ്റഫ് ഉൾപ്പെടെ 15 പ്രതികൾ. ഒറ്റമൂലി രഹസ്യം അറിയാൻ മൈസൂർ സ്വദേശിയായ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയത് 2019. +2 മലയാളം ചോദ്യപേപ്പറിൽ അടിമുടി അക്ഷരത്തെറ്റുകൾ. 27 ചോദ്യങ്ങളിൽ 14 അക്ഷരത്തെറ്റുകൾ. ഒരു ചോദ്യത്തിൽ തന്നെ 4 അക്ഷരത്തെറ്റുകൾ വരെ. ബലാത്സംഗ കേസിൽ വിവാദ നിരീക്ഷണവുമായി അലഹാബാദ് ഹൈക്കോടതി. പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗമോ ബലാത്സംഗ ശ്രമമോ ആയി കാണാനാവില്ലെന്ന നിരീക്ഷണം. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ മാറ്റം വരുത്താനും ഉത്തരവ്. ആരാധകർ കാത്തിരുന്ന എമ്പുരാൻ ട്രെയിലർ പുറത്ത്. റിലീസ് ആശീർവാദ് ഫിലിംസിന്റെ യൂട്യൂബ് അക്കൗണ്ട് വഴി. റിലീസ് ചെയ്ത് 7 മണിക്കൂറിനുള്ളിൽ കണ്ടത് 13 ലക്ഷത്തിലധികം ആളുകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്റർ സഹായമില്ലാതെ ശ്വസിക്കാൻ തുടങ്ങിയെന്ന് വത്തിക്കാൻ. ശ്വാസകോശ അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ മാസം. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. നെറ്റ്സാരിം ഇടനാഴി ഇസ്രായേൽ സൈന്യം തിരിച്ചുപിടിച്ചു. ബോംബാക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 436 പലസ്തീനുകൾ. പുതിയ ബോംബാക്രമണം തുടക്കം മാത്രമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു.